ഞാൻ ശരിക്കും കൂമലില് ആ മലയുടെ പേര് വെക്കുമ്പോൾ ഞാനിങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കടവന്ത്രയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് പത്തനംതിട്ടയിൽ നരബലി. അതെ, ചെറിയൊരു പണി കിട്ടി. ഒരാളുടെ ഇന്റർവ്യൂ എടുത്തു ഈ മഹാന്മാർ രണ്ടുപേരും കൂടെ. മലയാള സിനിമയിലെ കോട്ടകുടി എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കൂമൻ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമയില് ഏറ്റവും കോറായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കോട്ടകുടി. സിനിമയിലെ കേരള തമിഴ്നാട് അതിർത്തിയിലെ നരബലി നടന്ന ഒരു സ്ഥലമായിട്ടാണ് തിരക്കഥാകൃത്ത് കോട്ടകുടിയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടകുടി എന്ന് പറഞ്ഞ ശരിക്കൊരു സ്ഥലമുണ്ട്. അത് കൊരങ്ങിണി എന്ന് പറഞ്ഞ അതിസുന്ദരമായ ഒരു ഗ്രാമത്തിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ആ കോട്ടകുടിയിലേക്ക് നമ്മൾ ആരുടെ കൂടെ പോകണമെന്നറിയാം. മലയാള സിനിമയിൽ ഒരു തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു റൈറ്ററുടെ കൂടെയാണ് കോട്ടകുടിയിലേക്ക് പോകണം. കൃഷ്ണകുമാറേട്ടൻ. അപ്പോൾ കൃഷ്ണകുമാറേട്ടൻ ഡ്രൈവ് ചെയ്ത് മൂന്നാറിൽ വന്നു. ഞങ്ങൾ ജോയിൻ ചെയ്തു. ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുന്നത്. അപ്പോഴേ നമ്മളെവിടെ നിൽക്കണമെന്ന് അറിയോ? ചക്രമുടിയുടെ താഴ്വാരത്ത്. നല്ല ചിൽ ക്ലൈമറ്റാണ്. കോട്ടകുടി മലയിലെ ഉൾക്കാട്ടിൽ എവിടെയോ ആണ് ആദിവാസികൾ പണ്ട് അങ്ങനത്തെ ഒരു ആചാരമൊക്കെ നടത്തിയിരുന്ന ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് എന്നോട്, അങ്ങനെയാണ് അതിൽ റെഫറൻസ് വരുന്നത്. അതിലൊരു റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ നായകനോട്, ആസിഫ് അലി എന്ന ക്യാരക്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ക്ഷേത്രം അന്വേഷിച്ച് പോകുമ്പോൾ അവിടെയാണ് ഇതിന്റെ ഒരു ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ സിനിമ ഇറങ്ങിയപ്പോഴല്ലേ രസം എന്താ അറിയോ? നിങ്ങളെന്താ ഇല്ലുമിനാറ്റി ആണോ എന്ന ആൾ. തൊട്ടടുത്ത ദിവസം ഈ നരബലി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഞെട്ടിച്ചൊരു സംഭവം വരിക. നരബലി കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു വിശ്വസനീയമല്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് കേരള തമിഴ്നാട് ബോർഡറിലെ ഒരു ഗ്രാമത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കഥ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് കടവന്ത്രയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് പത്തനംതിട്ടയിൽ നരബലി. അതെ അതെ. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നല്ല ഇതെല്ലാം വഴിയാണ്. അപ്പോൾ കൃഷ്ണകുമാറേട്ടൻ മൂന്നാറിലെത്തിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വഴി കണ്ടപ്പോൾ കൃഷ്ണകുമാറേട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യുന്ന തീരുമാനിച്ചു. പൂപ്പാറ വരെ പോയിട്ട് അവിടെ സ്റ്റേ. മൂന്നാറിന് ഗ്യാപ്പ് റോഡ് താണ്ടിയാണ് നമ്മൾ പൂപ്പാറയിലേക്ക് പോണത്. എന്താ വഴി എന്നറിയോ? ഞാൻ നേരത്തെ വരുന്ന സമയത്ത് ഗ്യാപ്പ് റോഡ് ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ചും കൂടെ വീതി കുറവായിരുന്നു. പിന്നെ റോഡ് ഭയങ്കര മോശമായിരുന്നു. ഗ്യാപ്പ് റോഡ് കഴിയുമ്പോഴാണ് ഈ വഴിയുടെ ഒരു മാജിക് അറിയാം. എന്റെ മോനെ എന്തല്ലേ. അതായത് ഇടതുവശത്ത് ആനയിറങ്കൽ ഡാമിന്റെ ഏരിയ ആണ്. അരിക്കൊമ്പന്റെ സ്ഥലം. എന്തൊരു രസാലേ മഞ്ഞത്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ. കാണാൻ പറ്റുന്നില്ല, 10 മീറ്ററിനപ്പുറം റോഡ് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര കോടല്ലേ? ഭയങ്കര കോട. അതാണെ ഒരു വണ്ടി പോലും ഇല്ല. അതെ 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 അതെ, ഒറ്റ വണ്ടി ഇല്ല. എനിക്ക് തോന്നണേ ഈ ഗ്യാപ്പ് റോഡ് പ്രശ്നം ഉണ്ടാവുകൊണ്ട് ആൾക്കാർ മിക്കവാറും ഈ വഴി എടുക്കുന്നില്ല. ഓ, അയ്യോ. ആനയിറങ്കൽ ഡാം എന്ന് പറയുമ്പോഴേ നമ്മുടെ അരിക്കൊമ്പന്റെയും ടീമിന്റെയും കഥയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇതല്ലായിരുന്നു അവരുടെ സ്ഥലം. അതെ അതെ, ഇത് ഫുൾ അരിക്കൊമ്പന്റെ സാമ്രാജ്യമായിരുന്നു. ആനയിറങ്കൽ ഡാം എന്ന പേര് തന്നെ അങ്ങനെയാണ്. ഇറങ്ങുന്ന ഡാം അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമാണ്. ഇതാണ്, ഇത് ഓറഞ്ചാണ് ഇവിടെ. മറ്റേ ചെറിയ ഓറഞ്ച്. ഈ റൂട്ടിലെ പകല് വരണം. എന്താ രസം എന്നറിയോ? കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ് മൂന്നാർ പൂപ്പാറ. പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു രസമുള്ളൊരു കാര്യം കൂടെ പറയാം. മുമ്പ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളവാരം ഉണ്ടായിരുന്നു. അതായത് മാസത്തിൽ ശമ്പളം കിട്ടുന്ന ആഴ്ച. ആ ശമ്പളം കിട്ടിയാൽ ഇവർ ഈ റൂട്ട് വഴിയായിരുന്നു ബോഡി നായ്ക്കുന്നവരിലേക്കൊക്കെ സിനിമ കാണാൻ പോയിരുന്നു. സത്യത്തിൽ ഈ റോഡ് പഴയ റോഡാണ്. സായിപ്പ് പിന്നെ അത് കാറ്റിൽ ട്രാക്കായിട്ട്, അതായത് അവരുടെ ചരക്ക് കൊണ്ടുപോകാൻ കാളവണ്ടികൾക്ക് പോകാനുള്ള വഴിയാക്കി വികസിപ്പിച്ചു. ഈ വഴിയുടെ രസമുള്ള കാര്യങ്ങൾ എന്തൊക്കെ അറിയാം? ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്താം, ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയെ കാണാം. പിന്നെ കാർഡമം ഹിൽ റിസർവ്, അതായത് ഏലമലക്കാടുകളിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം. അത് കഴിഞ്ഞ് ശാന്തമ്പാറ എന്ന് പറഞ്ഞിട്ട് 12 വർഷത്തിലൊരിക്കലും നീലക്കുറിഞ്ഞി പൂക്കുന്ന കുന്നുകളുണ്ട്. അവിടെ ഒരു ചെറിയ ട്രെക്കിംഗ് ഒക്കെ ആവാം. ഇങ്ങനെ നല്ലൊരു ടൂറിസം കോറിഡോർ കൂടിയാണ് ഈ റൂട്ട്. ആദ്യ പകൽ കഴിഞ്ഞ് സന്ധ്യയായി, ഇരുട്ടായി. ഞങ്ങൾ പൂപ്പാറയിൽ താമസിച്ചു.